നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് ബിഷ്ണി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണലിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കാൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു ചാനലിനോടൊപ്പം ഉണ്ടായതിന് താങ്ക് യു. ബിക്കോസ് ഞാൻ ഒരുപാട് ഒരു കാർമിക് ലൂപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാർമിക് ജോബിൽ പോയിരുന്നു. വളരെ ഡിസാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു വീഡിയോയിൽ ഞാനതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എന്താ പറയുക നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്കുണ്ടായ ഗൈഡൻസ് ഒരു ക്വിക്ക് റീഡിങ്ങിനെ ചാനൽ ചെയ്യാനാണ്. സോ അതിന് മുന്നായി നിങ്ങൾ സെൽഫ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം ഈ ഒരു വീഡിയോനെ കാണുക. കാരണം നമ്മളൊരു മെഡിറ്റേഷനിലൂടെയാണ് നമ്മൾ റീഡിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എവിടെ ഇരുന്നാലും ജസ്റ്റ് റിലാക്സ്, ഓക്കെ, കണ്ണുകൾ അടയ്ക്കുക ആൻഡ് കംപ്ലീറ്റ്ലി സ്റ്റേ പ്രസൻറ്റ് വിത്ത് യുവർ ബോഡി. നിങ്ങളുടെ ബോഡിയുമായി പ്രസൻറ്റ് ഈ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിക്കുക. മെല്ലെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും ആൻഡ് എക്സേൽ വായിലൂടെയാണ് നമ്മൾ എക്സേൽ ചെയ്യുന്നത്. ലൈക്ക് അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജീനെ ഇൻഹെയിൽ ചെയ്യുകയും ആൻഡ് നമ്മൾ നെഗറ്റീവ് എനർജീനെ എക്സേൽ ചെയ്ത് കളയുന്നതാണ് ഇൻറ്റൻഷൻ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ, exhale, take a deep breath in, exhale. ഇനി കംപ്ലീറ്റ്ലി നിങ്ങൾ ഹാർട്ട് ചക്രയിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഏത് ഡിവൈനെയാണോ വിശ്വസിക്കുന്നത് ആ ഡിവൈൻ്റെ ലൈറ്റ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ലൈറ്റ് ഷൈൻ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ ആർക്കേഞ്ചൽസിനെയും നിങ്ങളുടെ ഡിവൈനെയും താങ്ക് യു പറയുക ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ. ആൻഡ് നിങ്ങളുടെ എനർജീനെ പൂർണ്ണമായി നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുക. സങ്കല്പിക്കുക ദാറ്റ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ വന്ന ആ ലൈറ്റ് പൂർണ്ണമായി ബോഡിയിൽ മൊത്തം കവർ ചെയ്യുന്നു. നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ലൈറ്റ് നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളിലൂടെ ഭൂമിദേവിയിലേക്ക് ഒരു വേര് പോലെ ഉറയ്ക്കുന്നു. സോ യു ആർ നൗ ഗ്രൗണ്ടഡ്. കംപ്ലീറ്റ്ലി നിങ്ങൾ ഗ്രൗണ്ട് ആയിരിക്കുകയാണ്. നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി ഈ ഒരു നിമിഷത്തിലേക്ക് ഫോക്കസ്ഡ് ആണ്. ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിനെയും സ്പിരിറ്റ് ടീമിനെയും നിങ്ങളുടെ കുടുംബദേവനെയും നിങ്ങൾ ഏത് ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത്, ഏത് ശക്തിനെയാണ് വിശ്വസിക്കുന്നത്, ആ ലൈറ്റിനെയാണ് വിശ്വസിക്കുന്നത്, അതിനെ ഇൻവോക്ക് ചെയ്യുക ടു ഗൈഡ് യു ത്രൂ ദിസ് മെഡിറ്റേഷൻ ആൻഡ് ദിസ് റീഡിങ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ്. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ചെയ്യാനുള്ള കളക്റ്റീവ് എനർജീസ് എന്താണ്. ബിക്കോസ് ന്യൂ ഇയർ വരികയാണ്. ഓക്കെ, ഗോ വിതിൻ. ഫസ്റ്റ് കാർഡ് വന്നത് ഗോ വിതിൻ എന്ന കാർഡാണ്. ഹീലിംഗ്, സെപ്പറേഷൻ, കോൺഷ്യസ്നസ്. സോ നമുക്കത് ഈ ഒരു തീമാക്കി എടുക്കാം. ഈ ന്യൂ ഇയറിൻ്റെ ഒരു തീം തന്നെ. ബിക്കോസ് ഇനി ഒരു 3 ദിവസങ്ങളേ ഉള്ളൂ ഈ ന്യൂ ഇയറിന്. സോ ഓൾറെഡി എനർജീസ് എല്ലാം ഭയങ്കര എലിവേറ്റഡ് ആണ്. സോ മേ ബി നിങ്ങളും ഒരുപാട് കാർമിക് എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിൽ തിരികെ വന്നിട്ടുണ്ടാകാം. റീകൺസൈൽ നോക്കിയിട്ടുണ്ടാകാം. നിങ്ങളുടെ ടോക്സിക് ആയിരുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ കാർമിക് പാർട്ട്ണർ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലവിങ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകാം. സോ ലൈക്ക് ബട്ട് യു ഹാവ് ടു ഇവോൾവ്. എന്താണ് നിങ്ങൾ ചൂസ് ചെയ്തത് മറക്കരുത്. ദാറ്റ് യു ആർ മെൻറ്റ് ടു ബി വിത്ത് യുവർ ട്വിൻ ഫ്ലെയിം. ഓക്കെ, സോ സ്റ്റിക്ക് ടു ദാറ്റ്. സോ ലെറ്റ്സ് ആ പോയ കാർഡൊന്ന് നമുക്കെടുക്കാം. പോയ കാർഡ് ഇതായിരുന്നു, ഗോ വിത്തിൻ, ഹീൽ, സീലിംഗ്, സെപ്പറേഷൻ. സോ ഇതാണ് നമ്മുടെ ഓവറോൾ എനർജി. ഈ ഒരു ന്യൂ ഇയർ വരുന്നതിന് മുന്നേ ഈ ഒരു ന്യൂ ഇയർ നിങ്ങളോട് പറയുന്നത് എന്താണ്, മെയിൻ ഫോക്കസ് എന്താ, ഹീലിംഗ്, സെപ്പറേഷൻ, കോൺഷ്യസ്, ഗോ വിത്തിൻ. ആൻഡ് 2026 എന്താണ്
2026 എനർജി സണ്ണിൻ്റെ എനർജിയാണ്. സോ 9ൻ്റെ ക്ലോഷർ പീരീഡ് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്പർ 1ലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. സോ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാകാം. ഇനി നിങ്ങൾ എവിടെയെങ്കിലും എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത ഹീലിംഗ് വർക്കിൻ്റെ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 2026 കൂടുതൽ പേർക്ക്. ബിക്കോസ് നിങ്ങളിപ്പം തന്നെ നിങ്ങളുടെ യൂണിയനിൽ കുറേ ഗ്രൗണ്ടിങ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാകാം. ആൻഡ് നിങ്ങൾ കുറച്ചും കൂടെ യൂണിയനെ ഗ്രൗണ്ട് ചെയ്യുന്ന തരത്തിലേക്കാണ് വരുന്നത്. സോ ലൈക്ക് ഫെമിനൻ ആൻഡ് മാസ്കുലിൻസ് ആർ ലൈക്ക് എന്താ ലൈക്ക് അവർക്കിപ്പോൾ ഉറപ്പായി ദാറ്റ് ദേ ആർ മെൻ ടു ബി വിത്ത് ദെയർ ട്വിൻ ഫ്ലെയിം. സോ ഫസ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. സോ എന്താണ് ഈ ന്യൂ ഇയർ നമ്മളെ നിന്ന് ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കളക്റ്റീവ് എനർജീസ്? എന്താ ഞാൻ പറഞ്ഞത്? റീകൺസിലിയേഷൻ, റീയൂണിയൻ കാർഡാണ് വന്നിരിക്കുന്നത്. ലുക്ക് 10-10 റീയൂണിയൻ, റീകൺസൈലിംഗ് ഡിഫറൻസ്. സോ റീയൂണിയന് വേണ്ടിയാണ് നമ്മൾ എന്താണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ലുക്ക്, നമ്മൾ പറഞ്ഞത് എന്താണോ ഞാൻ പറഞ്ഞത് അതിനൊരു പ്രൂഫായിട്ടാണ് ഈ ഒരു കാർഡ്സ് ഇപ്പം തനിയെ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടാണ്, നിങ്ങളുടെ ഫ്രണ്ടിലാണ് ഞാൻ ഷഫിൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്, സോ യു ഡു കൺസൾട്ട്, കോൺടാക്ട് മീ ഫോർ പേഴ്സണൽ സെഷൻസ്. എല്ലാം സെഷൻസും പെയ്ഡാണ്, പ്ലീസ്. ഓക്കെ, പേഴ്സണൽ സെഷൻസിൽ ഡു കോൺടാക്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, കോൾ ചെയ്യാറുത്. ഇതൊരു താഴ്മ അപേക്ഷയാണ്. ഓക്കെ, 2 കാർഡ് ജമ്പ് ചെയ്തു. ലൈക്ക് ഞാൻ എന്താ പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങൾ ഹീൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സോൾമേറ്റ് വൂൺസും കൂടെ ഹീൽ, നിങ്ങളുടെ ലൈഫിലെ സോൾമേറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് നിങ്ങൾ ഡിവൈൻ ഫെമിനിനിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ഇനി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാർമിക് എനർജീസൊക്കെ റിലീസ് ചെയ്തിട്ട് ഒരു ലവിങ് ബോണ്ട് വരാൻ പോവുകയാണ്. സോ ഇറ്റ്സ് അപ് ടു യു. യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുകയാണ്, ലൈക്ക് എന്താണ്, നിങ്ങൾ ഒരു കയ്യിൽ നിൻ്റെ സോൾമേറ്റ് ഉണ്ട്, മറു കയ്യിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടായി ട്വിൻ ഫ്ലെയിം ഉണ്ട്. സോ വാട്ട് ഡു യു ചൂസ്? നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ഡു യു ഗോ വിത്ത് യുവർ സോൾമേറ്റ്? നിങ്ങളുടെ സോൾമേറ്റിനോടൊപ്പം പോകാനാണോ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കൂടാണോ പോകാൻ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വീണ്ടും ഹീലിംഗ്, ട്വിൻ ഫ്ലെയിം ജേർണി യൂണിയനിൽ നിങ്ങൾ ഹീലിംഗ്, സെപ്പറേഷൻ, കോൺഷ്യസ്നെസ്സിനെ പൂർണ്ണമായി ഹീൽ ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് എൻട്രി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ടല്ലല്ലോ, നിങ്ങളുടെ ഇപ്പം കാർമിക് ഹസ്ബൻഡ് ഓർ വൈഫ് ഒരു സോൾമേറ്റിൻ്റെ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, ലൈക്ക് ലവിങ്, കെയറിങ്. സോ നിങ്ങൾ ഞെട്ടാണ്, ഇവർക്ക് എന്താ പറ്റുക, ഇനി ഇവരാണോ എൻ്റെ ട്വിൻ ഫ്ലെയിം? ബിക്കോസ് ലൈക്ക് ദേ ആർ ബിഹേവിങ് വെരി വെൽ ആൻഡ് ലവിങ്, മനസ്സിലായില്ലേ? സോ നിങ്ങൾ നോക്കുക. ആൻഡ് വൺ വിത്ത് ദ സെൽഫ് ബ്ലോസമിങ്. നിങ്ങൾ ഈ ഒരു ലില്ലി, താമര അല്ലെങ്കിൽ ആമ്പൽ എന്താണെങ്കിലും പറയാം, ഈ ഒരു പൂവിനെ പോലെ നിങ്ങൾ തളിർക്കുകയാണ്, പൂർണ്ണമായി വിടുക. ലൈക്ക് നിങ്ങൾ ഒന്നായി മാറുകയാണ്. ആൻഡ് യു വൺ വിത്ത് ദ സെൽഫ് റീയൂണിയൻ. സോ എനിക്ക് പറയാം, ഇപ്പം ഞാനൊരു 3 കാർഡ് എടുക്കും, വേറെ കാർഡ്സ് ഒന്നും എടുക്കുന്നില്ല, ഞാൻ ആകെ ഒരു 3 കാർഡ്സ് എടുക്കുന്നുള്ളൂ. കാരണം പറയാനുള്ള മെയിൻ കാരണം, ഈ കാർഡ്സിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് മീൻസ് ഈ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കാർഡ്സ് എങ്ങനെയാണ് വന്നത്. ഫസ്റ്റ് കാർഡ് നമ്മൾ ഓവറോൾ എനർജി നോക്കുമ്പോൾ ഹീലിംഗ്, സെപ്പറേഷൻ, ഗോ വിത്തിൻ 7-7. ഇപ്പോൾ 7-7 എപ്പം കാണുമ്പോൾ നിങ്ങൾ സ്വന്തം എന്തെങ്കിലും സെൽഫിനോട് പറയേണ്ട ഒരു കാര്യമാണ്, ഐ ചൂസ് ടു ഹീൽ മൈ സെപ്പറേഷൻ വിത്ത് മൈ ട്വിൻ ഫ്ലെയിം. ഐ ചൂസ് ടു ഗോ വിത്തിൻ. ഐ ചൂസ് ടു ഫീൽ മൈ ഫീലിങ്സ്. ഞാൻ എൻ്റെ സെപ്പറേഷനെ ഹീൽ ചെയ്യാൻ ചൂസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫീലിങ്സിനെ ഫീൽ ചെയ്യാൻ ചൂസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ആ സെപ്പറേഷൻ കോൺഷ്യസിനെ പൂർണ്ണമായി റിലീസ് ചെയ്യാൻ റെഡിയാണ് എന്ന് നിങ്ങൾ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക.
സോ നമ്മൾ അങ്ങനെ നമ്മൾ ആ ഒരു എനർജിയാണ് ഫോക്കസിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നത് എന്താണ്? റീയൂണിയൻ്റെ കാർഡാണ് വന്നത്. റീകൺസൈൽ ഈസ് എ ഡിഫറൻസ്. സോ യിങ് യാങ് എനർജീൻ്റെ ഒരു റീയൂണിയൻ കൂടിയാണ്. സോ നമ്മൾ ഈ റീയൂണിയൻ, സോ നമ്മൾ ഹീലിംഗ് സെപ്പറേഷൻ ഇൻസൈഡിലേക്ക്, നമ്മളിലേക്ക് ആ എനർജീനെ ഫോക്കസ്, നമ്മൾ ട്വിൻ ഫ്ലെയിമിലേക്ക് ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് പീപ്പിളിനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഇൻസൈഡിലേക്ക് ആ എനർജീനെ കൊണ്ടുവരുമ്പോൾ ആ റീയൂണിയൻ സാധ്യമാണ്. ആ റീയൂണിയൻ സാധ്യമായതുകൊണ്ട് നമ്മൾ എന്താണ് ഇപ്പം നമ്മളൊരു കൊക്കൂൺ പീരീഡിലാണെങ്കിൽ നമ്മളത് ബട്ടർഫ്ലൈ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങും. ഇനി നമ്മൾ മൊട്ടായിരുന്നെങ്കിൽ നമ്മൾ പൂർണ്ണമായൊരു പൂ പോലെ അല്ലെങ്കിൽ ഫ്ലവർ ആയിട്ട് എമർജ് ചെയ്യും. ഇനി നമ്മൾ ചെറിയൊരു കുഞ്ഞു പക്ഷിയായിരുന്നെങ്കിൽ നമ്മുടെ ചിറകുകൾ മൊത്തം റെഡിയായി നമ്മൾ പറക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന സ്റ്റേജാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സ് നടക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും കൂടെ നോക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് തന്നെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കൂടെ ടെസ്റ്റ് ആണെന്ന് വെച്ചു. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് തിരിച്ചെത്തുകയും ആ സോൾമേറ്റ് വളരെ ലവിങ് ആൻഡ് കെയറിങ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലൊരു സോൾമേറ്റ് ഇല്ലെങ്കിൽ വീണ്ടും ഒരു സോൾമേറ്റ് എൻട്രി വരാൻ സാധ്യതയുണ്ട്. സോ നൗ ഇനി എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? കാരണം ഈ റീയൂണിലേക്കും നിങ്ങൾ ഈ വൺ വിത്ത് ദ സെൽഫിലേക്ക് വരുമ്പോൾ ഈ ഒരു സോൾമേറ്റ് എനർജീനെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോറി. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു ഹീൽ യുവർ എനർജി കോഡ്സ് വിത്ത് യുവർ സോൾമേറ്റുമായുള്ള സകല എനർജീനെയും നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ റീയൂണിയൻ്റെ തടസ്സമായി വരുന്നത്. നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് മീൻസ് സൊസൈറ്റിക്കൽ കമ്മിറ്റഡ് ആണ്, അല്ലെ? സൊസൈറ്റിക്കൽ കമ്മിറ്റഡ് മീൻസ് ഓൾറെഡി മാരീഡ് ആണ്, ഹസ്ബൻഡ് ഓർ വൈഫാണ്. സോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, ഫാമിലി, കുട്ടികൾ, ഇങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു സൊസൈറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ പുറകിലേക്ക് വലിക്കും. ഓക്കെ, സോ ഇവിടെ റീയൂണിയൻ, സോ ഗോഡ് പറയുന്നത് 2026 അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ടൈം ഓഫ് പീരീഡ് നിങ്ങൾ സെപ്പറേഷൻ ഹീൽ ചെയ്യുന്ന ഇത്രത്തോളം നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് റീയൂണിയനാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന എനർജി. ആൻഡ് നിങ്ങളുമായിട്ട് ഒന്നാവുന്നൊരവസ്ഥയിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജിയിലെ ഷിഫ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈം ഓഫ് പീരീഡിലേക്കാണ് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നിങ്ങളുടെ ലൈഫിലൊരു സോൾമേറ്റ് വരുവാണ്. നിങ്ങൾ വീണ്ടും ആ ഒരു ഹസ്ബൻഡ് വൈഫ് സൊസൈറ്റിക്കൽ റിലേഷനിലേക്ക് നിങ്ങൾ വീണ്ടും പോകുമോ, അതോ നിങ്ങൾ അസെൻഡ് ചെയ്യാൻ ചൂസ് ചെയ്യുമോ? എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ അസെൻഷൻ ആണോ ചൂസ് ചെയ്യുന്നത്, അതോ നിങ്ങൾ കോംപ്രമൈസ് ആണ് ചൂസ് ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങൾ സോൾമേറ്റുമായിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സംവെയർ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ ഈശ്വരന് കൊടുക്കുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ ഹയർ സെൽഫിന് കൊടുക്കുന്ന എനർജിയാണ് ദാറ്റ് ഐ ആം റെഡി ടു കോംപ്രമൈസ്. സോൾമേറ്റ് ഒരു കോംപ്രമൈസ് എനർജിയാണ്. ട്വിൻ ഫ്ലെയിം ആണ് കംപ്ലീറ്റ്ലി ഹയർ അസെൻഷൻ. നിങ്ങളുടെ യുവർ ലൈഫിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം വന്നത് ഈശ്വരനുമായിട്ട് റീയൂണിയന് വേണ്ടിയാണ്, നിങ്ങളുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയാണ്. ആധ്യാത്മിക ഉന്നതി എന്ന് പറയുമ്പോൾ നിങ്ങളല്ലാത്ത എല്ലാം ഈഗോ സെൽഫിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ് ആൻഡ് റീബിൽഡിങ് യുവർ ഒതൻറ്റിക് സെൽഫ്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ന്യൂ ഇയറിലേക്ക് നിങ്ങൾ എനർജീനെ റിലീസ് എന്ത് ചെയ്യണം ചോദിച്ചാൽ, ഈ ന്യൂ ഇയറിലേക്ക് ഈ എനർജീനെ റിലീസ് ചെയ്യാനാണ്. കാരണം റീയൂണിയൻ 100% പോസിബിളാണ്. ബിക്കോസ് റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ന്യൂ ഇയർ റീയൂണിയനെയാണ് കൊണ്ടുവരുന്നത്. ബിക്കോസ് നിങ്ങൾ ഹീലിംഗ് സെപ്പറേഷൻ ചെയ്യുന്നത് ഗോ വിതിനിൽ പോകുന്നതനുസരിച്ച് നിങ്ങൾ ബ്ലോസം ചെയ്യും വൺ വിത്ത് ദ സെൽഫ്. നിങ്ങൾ ഡിവൈനുമായിട്ടും നിങ്ങളുമായിട്ടും നിങ്ങൾ ട്വിൻ ഫ്ലെയിമായിട്ടും ഒന്നാണെന്ന അവസ്ഥയിലാണ്. ആൻഡ് നിങ്ങൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത്? നിങ്ങൾ കോംപ്രമൈസ് ആണോ? നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണോ, അതോ നിങ്ങൾക്ക് റീയൂണിയൻ വേണോ? നൗ ഇറ്റ്സ് യുവർ ചോയ്സ്. ഡു യു വാണ്ട് റീയൂണിയൻ ഓർ കോംപ്രമൈസ് വിത്ത് സോൾമേറ്റ്? നൗ ഇറ്റ്സ് അപ് ടു യു. സോ മനസ്സിലായില്ലേ? സോ ഇവിടെ വരുന്നത് നിങ്ങളുടെ ഫ്രീ വിൽ ചോയ്സ്. എന്താണ് നിങ്ങളുടെ ചോയ്സ്? നിങ്ങൾ സേഫ്റ്റി ആണോ ചൂസ് ചെയ്യുന്നത്, ഓർ അസെൻഷൻ ആണോ ചൂസ് ചെയ്യുന്നത്? ബിക്കോസ് അസെൻഷൻ എന്ന് പറയുന്നത് ധാരാളം ഈഗോ ഡെത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മേ ബി മൾട്ടിപ്പിൾ ടൈംസിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകേണ്ടി വരും. ആൻഡ് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് നോംസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഈ അസെൻഷനിൽ ബാധകമായിരിക്കത്തില്ല. സൊസൈറ്റിക്കൽ കണ്ടീഷനിങ്ങിനെ മൊത്തം തച്ചുടയ്ക്കാൻ വന്നവരാണ് നിങ്ങൾ. സോ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ലെറ്റ്
your soul decide. Okay, so hope ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്തെന്നും ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഡൗട്ട് ഉണ്ട് റിഗാർഡിംഗ് ടു യുവർ ട്വിൻ ഫ്ലെയിം ജേർണി, യു ക്യാൻ കോൺടാക്ട് മീ. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പ്ലീസ് കോൾ ചെയ്യരുത്, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾക്ക് വരും ദിവസങ്ങളിൽ വീഡിയോസ് ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, bye and take care and have a great day.